അടിപൊളി കൊല കൊലകൊലായി നിൽക്കുന്നുണ്ട്. കണ്ട ഗൈസ്, അല്ല ഇതിങ്ങനെ കാഴ്ച കണ്ടപ്പം വെറുതെ ഒരു തോന്നലിന് ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കുന്ന റെസിപ്പി വീഡിയോ എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം, ശർക്കര വെള്ളം ഉണ്ടാക്കണം. പോലെ അരിഞ്ഞിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ശർക്കര പാനിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം. വേറെ വെള്ളമൊന്നും നിങ്ങൾ ചേർക്കരുത്. ഇത് ഞാൻ വെച്ച കണക്കിനൊരു 4-5 അച്ചി ശർക്കരയും കുറച്ച് വെള്ളം മാത്രം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ അരച്ചെടുക്കണം. കാരണം ഒരു 4-5 വിസിലടിക്കട്ടെ കേട്ടോ. പിന്നെ നമ്മൾ ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച്, ഉലുവ പൊട്ടിച്ച്, വേപ്പില പൊട്ടിച്ച്, പിന്നെ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരു 5-8 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ചതക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് നന്നായി ഇളക്കണേ. അതിൻ്റെ മൂപ്പ് മണം വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കണം. ഇത് നമ്മളെ ഉലുവ, 2 തരം ജീരകം, പിന്നെ കടുക് കൂടിയിട്ട് നമ്മൾ വറുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ. എന്നതിൻ്റെ ശേഷം നമ്മളെ വിസിലടിച്ചിട്ട് ഇതാ നമ്മൾ ഇരുമ്പാമ്പുളി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കുക. നിങ്ങൾക്ക് ഒരു 5-8 വിസിൽ വേണമെങ്കിൽ അടുപ്പിക്കട്ടോ. ഞാനൊരു 4-5 വിസിൽ അടുപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ എങ്ങനെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് ഇട്ട് കൊടുക്കുക. എൻ്റെ മുളക് താഴത്ത് പോയി ഗൈസ്, കാരണം ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ ഒക്കെ ഇട്ട് പിടിച്ചിട്ട് പറ്റിയില്ല. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായി ഇളക്കുക. നിങ്ങൾക്ക് നല്ല ഇങ്ങനെ വറ്റി വരണട്ടത്, നന്നായി വറ്റി വരാണ്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് അതിലേക്ക് കൊട്ടി കൊടുക്കട്ടെ. ഫുള്ളും കൊട്ടി കൊടുക്കാവേ. ഞാനൊരു സ്പൂണ് കടുക്, ഒരു സ്പൂണ് ഉലുവ, അങ്ങനെ ഓരോ സ്പൂണ് കണക്കിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നന്നായി വറ്റട്ടെ. നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിത് നന്നായി വറ്റി വരട്ടെ. നമുക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. കാരണം ഇരുമ്പാമ്പുളി ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ വേഗം പിടിക്കും, പണി കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നന്നായി നിങ്ങൾക്ക് അത് നന്നായി വേവണമെന്നുണ്ടെങ്കിൽ ഒരു 5-8 വിസിലടുപ്പിച്ചോട്ടോ. ഞങ്ങൾക്കിതിങ്ങനെ കടിക്കാൻ കിട്ടണ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അധികം വേവിക്കാണ്ടിട്ടതാണ് കേട്ടോ. ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ നമ്മളെ ഇഞ്ചിപ്പൊടി ഇവിടെ ഏകദേശം വറ്റി ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബെസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ്. ഞാൻ പുളി കൊണ്ട് ഉണ്ടാക്കുന്ന ടേസ്റ്റ് അല്ല, പക്ഷേ അതിന് വെറൈറ്റി ഒരു ടേസ്റ്റ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ.